ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടി നമുക്ക് ഒരുമിച്ച് ദൈവവചനം ചിന്തിക്കുവാൻ ദൈവം നൽകിയ നല്ല നിമിഷത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമുക്ക് ഒരുമിച്ച് ചിന്തിക്കുവാനായിട്ടുള്ള ഒരു ദൈവവചനം ഞാൻ എടുത്തിരിക്കുന്നത് 2 പത്രോസ് 1 അധ്യായത്തിൻ്റെ 10 വാക്യമാണ്. ഞാൻ ആ വാക്യം വായിക്കാം. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പീൻ. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. ദൈവത്തിന് സ്തോത്രം. പത്രോസ്ലീഹായെ നമുക്കറിയാം. കർത്താവിൻ്റെ ശിഷ്യനായ പത്രോസ്ലീഹ എഴുതിയ 2 ലേഖനങ്ങളിൽ രണ്ടാമത്തെ ലേഖനമാണ്, ലേഖനത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ ദൈവത്തിന് സ്തോത്രം ദൈവത്തിനെ ചിന്തിക്കുവാനായി നമ്മൾ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പീൻ എന്ന് പത്രോസ്ലീഹ തൻ്റെ ലേഖനത്തിലൂടെ കർത്താവിനെ പിൻപറ്റുന്ന ഓരോ മക്കളോടും ഉദ്ബോധിപ്പിക്കുകയാണ്. വിളിയും തിരഞ്ഞെടുപ്പും ഒരു ക്രിസ്തീയ ജീവിതത്തിൽ ഒരു ദൈവ പൈതലിനുണ്ട് എന്ന് നമുക്ക് ഈ ലേഖനം വായിക്കുമ്പോൾ നമുക്ക് അറിയുവാനായിട്ട് സാധിക്കും. അപ്പോൾ ദൈവത്തിന് സ്തോത്രം ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടിയാണ് ദൈവം ഒരാളെ വിളിക്കുകയും തിരഞ്ഞെടുക്കുകയും ഒക്കെ ചെയ്യുന്നത്. നമുക്കറിയാം, വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ യഹോവയാം ദൈവം മനുഷ്യനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യമായ ആദത്തെ ദൈവം വിളിച്ചു. ആദമേ, നീ എവിടെ എന്ന് ചോദിച്ചു. എന്നാൽ പാപം ചെയ്ത ആദം ദൈവസംസർഗത്തിൽ നിന്ന് അകന്നു പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ ഈ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ അവസാനം വരെ തൻ്റെ പുത്രനിൽ കൂടിയും ദൈവം നമ്മെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, പത്രോസ്ലീഹയെ പറ്റി നമുക്കറിയാം. ദൈവത്തിന് സ്തോത്രം. ഒരു മത്സ്യബന്ധനം നടത്തുന്ന ഒരു ആളായിരുന്നു പത്രോസ്ലീഹ. പത്രോസ്ലീഹയെ യേശു തമ്പുരാൻ തൻ്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ ദൈവത്തിന് സ്തോത്രം തൻ്റെ ശിഷ്യനായി തിരഞ്ഞെടുക്കുകയുണ്ടായി. ദൈവത്തിന് സ്തോത്രം. പത്രോസിനോട് യേശു പറയുന്നുണ്ട്, ഇനി മുതൽ മീൻ പിടിക്കാനല്ല, ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവനാക്കും എന്ന് പറയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ പല പ്രാവശ്യവും യേശു തമ്പുരാനോട് നിന്നിട്ടും യേശു തമ്പുരാൻ്റെ മഹിമ കണ്ടിട്ടും പലപ്പോഴും പത്രോസിന് ആ വിളിയിൽ ഉറച്ചു നിൽക്കുവാനായിട്ട് സാധിച്ചില്ല എന്ന് നമുക്ക് വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമുക്കറിയാം, യേശുവിൻ്റെ ക്രൂശീകരണത്തിന് മുമ്പ് 3 പ്രാവശ്യം പത്രോസ്ലീഹ യേശു തമ്പുരാനെ തള്ളി പറയുന്ന അനുഭവമുണ്ട്. എന്നാൽ ആ തള്ളി പറയുമ്പോഴൊക്കെ യേശു തമ്പുരാൻ്റെ അടുത്തേക്ക് പത്രോസ്ലീഹ വന്ന് ദൈവത്തിന് സ്തോത്രം, കർത്താവ് എന്നോട് ക്ഷമിക്കണം എന്നുള്ള മനസ്താപത്തോടു കൂടി, ദൈവത്തിന് സ്തോത്രം എന്നോട് ക്ഷമിക്കണമെന്നുള്ള പശ്ചാത്താപത്തോടു കൂടി ദൈവത്തിന് സ്തോത്രം യേശു തമ്പുരാൻ്റെ മുൻപിലേക്ക് വരുന്ന ആ പത്രോസ്ലീഹയെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ വിളിയുണ്ട്, തിരഞ്ഞെടുപ്പുണ്ട് എങ്കിലും ദൈവത്തിൽ നിന്ന് നമ്മൾ അകന്നു പോകുമ്പോൾ പലപ്പോഴും നമ്മൾ മനസ്തപിച്ച് അല്ലെങ്കിൽ പശ്ചാത്തപിച്ച് നമ്മൾ തിരിച്ചു വരാറില്ല. ദൈവത്തിന് സ്തോത്രം. ഈ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ മുഴുവൻ ദൈവത്തിന് സ്തോത്രം നമ്മൾ തിരിച്ചുവരവിന് വേണ്ടി നമ്മെ നോക്കിയിരിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, അതുകൊണ്ടാണ് ഈ ലേഖനത്തിൽ ദൈവത്തിന് സ്തോത്രം പത്രോസ്ലീഹ ദൈവത്തിന് സ്തോത്രം യേശു തമ്പുരാൻ്റെ ക്രൂശീകരണം കഴിഞ്ഞ് പത്രോസ്ലീഹ ആ പഴയ വലയും പടകുമെല്ലാം ഉപേക്ഷിച്ച് പോയ വലയും പടകുമെല്ലാം വീണ്ടും എടുത്ത് മത്സ്യബന്ധനത്തിലേക്ക് പോകുന്ന ഒരു ദൈവത്തിന് സ്തോത്രം പത്രോസ്ലീഹയെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ യേശു തമ്പുരാൻ വീണ്ടും പ്രത്യക്ഷനായി ഒരു പുതിയ ദൗത്യം കൂടി ദൈവത്തിന് സ്തോത്രം ശിമോൻ പത്രോസ്ലീഹയെ ഏൽപ്പിക്കുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, നമുക്കറിയാം, അത് കഴിഞ്ഞ് ദൈവത്തിന് സ്തോത്രം കർത്താവിൻ്റെ ക്രൂശുമരണം കഴിഞ്ഞ് പെന്തക്കോസ്ത് നാൾ വന്ന് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ ശിമോൻ പത്രോസ്ലീഹയെ കാണുന്നത് മറ്റൊരു മനുഷ്യനായിട്ടാണ്. തൻ്റെ വിളിയും തിരഞ്ഞെടുപ്പും എല്ലാം ഉറപ്പിച്ച് പുതിയ ദൗത്യത്തിലേക്ക് കടന്ന ഒരു പത്രോസ്ലീഹയെ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോസ്തല പ്രവർത്തികൾ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന പത്രോസിനെ നമുക്ക് എങ്ങനെ മറക്കുവാനായിട്ട് സാധിക്കും? ദൈവത്തിൻ്റെ സ്തോത്രം. അതുകൊണ്ടാണ് പത്രോസ്ലീഹ ഈ ലേഖനത്തിൽ എവിടെ എഴുതിയിരിക്കുന്നത്, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും നിങ്ങൾ ഉറപ്പാക്കണമെന്ന്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അപ്പോൾ ദൈവത്തിന് സ്തോത്രം അവിടെ അപ്പോസ്തല പ്രവർത്തികൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്, പത്രോസ് കടന്നു പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ നിഴലെങ്കിലും രോഗികളുടെ മേൽ വീഴണമെന്ന് വെച്ച് രോഗികളെല്ലാം ഓരോ വിരിപ്പിന്മേലും വഴിയരികിലുമെല്ലാം കിടത്തുകയായിരുന്നു. അത്രമാത്രം പത്രോസ് ആളുമാറിയവനെ പോലെയായി പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അവനിലേക്ക് വന്നപ്പോൾ. അപ്പോൾ പത്രോസിൻ്റെ ജീവിതത്തെപ്പറ്റി നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ
ഉൾക്കൊള്ളേണ്ട ഒരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ, ദൈവത്തിന് സ്തോത്രം, ആ വിളിയും തെരഞ്ഞെടുപ്പും പത്രോസ് ഏറ്റെടുത്തതുകൊണ്ടാണ് ദൈവത്തിന് സ്തോത്രം കർത്താവിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ പത്രോസിന് സാധിച്ചത്. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, ഈ 2 പത്രോസ് 1 അധ്യായം 10 വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പീൻ. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ രാജ്യത്തെങ്കിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനത്തിന് ധാരാളമായി പ്രാപിക്കുവാൻ നമ്മൾ എന്തു ചെയ്യണം? വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പുള്ളവരായി തീരുവാനായിട്ട് നമ്മൾ ശ്രമിക്കണം. ആ വിളിക്ക് വേണ്ടി, ദൈവത്തിൻ്റെ വിളിക്ക് വേണ്ടി നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, ആ തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ എത്തിയിരുമ്പോൾ കൂടുതൽ കൂടുതൽ ദൈവരാജ്യത്തിലേക്ക് നമ്മൾ ചേരുവാനായിട്ട് നമുക്ക് സാധിക്കും. ഈ ലോകത്തിലെ ജീവിതമല്ല, വലിയ പ്രത്യാശയിലേക്കുള്ള ആ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ മാടാത്ത കിരീടം പ്രാപിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമെന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ ഓർപ്പിക്കുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, പത്രോസിനെ പോലെ, പൗലോസിനെ പോലെ, ശിഷ്യന്മാരെയൊക്കെ പോലെ ആ വിളിക്ക് നമ്മൾ കാതോർത്തിരിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, അതിനുവേണ്ടി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ നമ്മുടെ ജീവിതത്തിന് സാധിക്കണം. ഞാൻ എൻ്റെ ചെറിയ മെസ്സേജ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ പത്രോസ് ശ്ലീഹ പറഞ്ഞതുപോലെ നമ്മൾ അധികം ശ്രമിപ്പിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ദൈവത്തോട് നമ്മൾ അകന്നു പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും അല്പം കൂടി അടുക്കുവാൻ, അവനിലേക്ക് എത്തിച്ചേരുവാൻ നമുക്ക് സാധിക്കട്ടെ. എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.